നടൻ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിൽ ഇടത് സഹയാത്രികരുടെ സംഘപരിവാർ വിരുദ്ധ അജണ്ട. മമ്മൂട്ടിക്കെതിരെ വർഗീയ വിമർശനം ഉയർത്തിയതും പ്രചരിപ്പിച്ചതും CPM കേന്ദ്രങ്ങളാണ്. മമ്മൂട്ടി വിഷയത്തിൽ സംഘപരിവാറിനെ പ്രതിക്കൂട്ടിലാക്കാനും ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട്. വിമർശനമുയർത്തിയ പുഴു സിനിമ സംവിധായകയുടെ മുൻ ഭർത്താവും വ്യവസായിയുമായ മുഹമ്മദ് ഷർഷാദ് ഉൾപ്പെടെയുള്ളവർ CPM സഹയാത്രികരാണ്. എന്നാൽ സൈബർ സഖാക്കളുടെ വിമർശന മുനകളെല്ലാം നീളുന്നത് സംഘപരിവാർ സംഘടനകൾക്കെതിരാണ്. മലയാള സിനിമാ രംഗത്തെ ചില ഇടപെടലുകളും കഥാതന്തുവിന്റെ മറവിൽ മനഃപൂർവ്വം കടത്തുന്ന വിഭാഗീയ ആശയങ്ങളുമെല്ലാം ചർച്ചയാക്കിയ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടയാളും ആരോപണ വിധേയരായവരുമെല്ലാം CPM അനുഭാവികളും സഹയാത്രികരുമാകുമ്പോൾ വിമർശന ശരങ്ങൾ നീളുന്നത് സംഘപരിവാർ സംഘടനകളുടെ നേതാക്കളെയും പരിവാർ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ്. സൈബർ സഖാക്കളാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. സംവിധായകയുടെ ഭർത്താവ് ഷർഷാദ് ആരോപണമുയർത്തിയ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണ ഇടത് സഹയാത്രികനാണ്. മാത്രമല്ല, ഇയാളുടെ CPM ബന്ധങ്ങളും സിനിമാ ബന്ധങ്ങളും പുറത്തു വന്നതുമാണ്. വിവാദങ്ങൾക്ക് പിന്നിലെ CPM അജണ്ടകൾ പുറത്തു വന്നതോടെ വിഷയത്തിൽ ശ്രദ്ധാപൂർവമാണ് സിനിമാ മേഖലയും പ്രതികരിക്കുന്നത്. സിനിമയിൽ ഒരു കോക്കസ് ഉണ്ടെന്നും അതിന് വ്യക്തമായ അജണ്ടകളുണ്ടെന്നും ചില പ്രധാന നടന്മാരും മറ്റു സിനിമാ പ്രവർത്തകരുമാണ് ഇതിന് പിന്നിലെന്നുമുള്ള വെളിപ്പെടുത്തലിലെ വസ്തുതകൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഇതിന് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ ചേരിയുടെ ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാക്കുന്നതിനെ സിനിമാ ലോകവും തിരിച്ചറിയുന്നുണ്ട്. നടൻ മമ്മൂട്ടി ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. ജനം, കൊച്ചി.